അപ്പോഴേ കൂട്ടുകാരെ നമുക്കൊരു മീൻ കറി വയ്ക്കാം കേട്ടോ. അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി ഇത്രയും എടുത്ത് നമ്മൾ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ. ഇനി നമ്മൾ ഇതെല്ലാം കൂടി നമ്മൾ ചോപ്പറിലിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മീൻ നേരത്തെ തന്നെ ഐസ് കട്ടയായിരുന്നു, അപ്പോൾ അത് ഐസും കട്ട ഉരുകാൻ വേണ്ടി വെച്ചേക്കാണ്. അപ്പം നമുക്കിതാ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി നമുക്ക് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതാ നമുക്ക് അടുപ്പ് കത്തിച്ച് നമ്മുടെ മീൻ ചട്ടി എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉലുവയും കടുക് ഇട്ട് പൊട്ടിക്കാം. ഉലുവയും കടുക് അബദ്ധത്തിൽ അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ, രണ്ടും കൂടെ മിക്സായി പോയി. ഇനി നമ്മൾ ചതച്ച് വെച്ച ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ അതിലേക്കിട്ട് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ എടുത്ത് റെഡിയാക്കി വയ്ക്കുക. കുടംപുളിയും വെള്ളത്തിലിട്ട് വെച്ചു. ഇനി പൊടി നമ്മൾ അതിലേക്ക് ഇടുമ്പം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ വെള്ളത്തിൽ ചാലിച്ചതിനകത്തേക്ക് ഒഴിക്കും കേട്ടോ. അപ്പോൾ എല്ലാം ഇട്ട് റെഡിയാക്കി ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി എടുത്ത് വെച്ച മീൻ കഷ്ണങ്ങളും കൂടി അതിനകത്തേക്ക് പെറുക്കിയിട്ട് കൊടുത്തിട്ട് ഒരു കറിവേപ്പിലയും കൂടി ഡെക്കറേറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്കതിൻ്റെ ചാറൊക്കെ ഒന്ന് പറ്റി കുറുകി വരട്ടെ. കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് താളിപ്പ് റെഡിയാക്കി മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീൻ കറി റെഡിയായി.